നിങ്ങൾക്ക് SSLCക്ക് ഫുൾ എ പ്ലസ് മേടിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു സുവർണ അവസരം. ഞങ്ങളുടെ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ അസ്ത്ര ബാച്ച് തരികയാണ്. അസ്ത്ര ബാച്ച് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരു ബാച്ചാണ് സെഞ്ചി SSLCയുടെ. അപ്പം അതെങ്ങനെയാണ് അതിനകത്ത് വരുന്ന ക്ലാസ്സസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ കമന്റിനകത്തും പിൻ ചെയ്തേക്കുന്നുണ്ട് ഒരു ലിങ്ക്. ആ ലിങ്കിൽ കയറി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ അസ്ത്ര ബാച്ചിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. സോ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജോയിൻ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊക്കെ വന്നിരിക്കുന്ന ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വഴിയാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ 3 ടൈപ്പ് രീതിയിലാണ് നമ്മുടെ വീഡിയോസ് വരുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസ് എങ്ങനെയാണ്, നമ്മുടെ ലെക്ചേഴ്സ് ആയിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് വീഡിയോസ് ആണ് നമ്മുടെ വരുന്നത്. അപ്പൊ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു. അപ്പൊ ആ ചാപ്റ്ററിനകത്താണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല പല ഏരിയാസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരും. ഇപ്പൊ ഒരു ടോപ്പിക്സ് പറയുവാണ്, ഇപ്പൊ നമ്മളാണെങ്കിൽ സൗണ്ട് വേവ് എടുക്കുവാണ്. സൗണ്ട് വേവ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഉണ്ട്, അതുപോലെ ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്. അങ്ങനെ നമുക്ക് പല പല വേവ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല സോണാറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ആ ചാപ്റ്ററിനകത്ത്. അപ്പൊ ആ ചാപ്റ്ററിനകത്ത് ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയുവാണ്, ഇപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയില്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഓരോ ചാപ്റ്റർ ബേസ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ഒരു ചാപ്റ്റർ ഇപ്പൊ എടുക്കുവാണെന്നുണ്ട്, ഇപ്പൊ ചാപ്റ്റർ ഫോർ എക്സാമ്പിൾ നമ്മളാണെന്ന് സൗണ്ട് വേവ് എടുക്കുവാന്നിരിക്കും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വേവ് ആണ്. സൗണ്ട് വേവ്സ് എന്നുള്ള ചാപ്റ്റർ എടുത്തു. അപ്പൊ ഈ സൗണ്ട് വേവിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസിനകത്തും ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങളാണ്. പിന്നെ ഈ പഠിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നതെന്ന് നോക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഏത് ടൈപ്പ് ഓഫ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നോക്കും. ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരും. അപ്പം അതൊക്കെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് എടുക്കുക. ഒരു ബുക്ക് എടുത്തിട്ട് നമ്മുടെ ക്ലാസ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു ബുക്ക് എടുത്ത് വെച്ചോ. അപ്പൊ ആ ബുക്കിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ആ വീഡിയോസിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ടോപ്പിക്സ് എഴുതുക. അതിന് അങ്ങനെ എഴുതുക. എന്നിട്ട് ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇവിടെ നിന്ന് ന്യൂമറിക്കൽ ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ നിന്ന് വൺ വേർഡ് ആയിരിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കുറിച്ചെടുക്കുക, ചുമ്മാ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചാപ്റ്ററിന്റെ ഫുൾ ആയിട്ടുള്ള വൺ ഷോട്ട് ആണ്. അപ്പൊ ആ വീഡിയോ കാണുക. എന്നിട്ട് ആ വീഡിയോനകത്ത് കാണുന്ന ലെക്ചർ നോട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട നോട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ സെൽഫ് നോട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത് അവിടെ. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിന്റെ, ഇപ്പൊ ഞാൻ എടുക്കുന്ന സൗണ്ട് വേവിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ സൗണ്ട് വേവിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ആ 30 ക്വസ്റ്റ്യൻസ് എന്ത് വരും, 30 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ഈ 13 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 13 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണം നോക്കുക. അപ്പൊ ഈ 30 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കുക. അപ്പം ഇങ്ങനെ 3 വീഡിയോസ് ആണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്, ലെക്ചേഴ്സിന്റെ സീരീസിനകത്ത് വരുന്നത്. ദെൻ അതിനുശേഷം വരുന്നതാണ് ഡൗട്ട് ക്ലിയറൻസ്. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മുടെ മോസ്റ്റ്ലി നടത്തുന്നത് നമ്മളുടെ ഡൗട്ട് ക്ലിയറൻസ് നടത്തുന്നത്. പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് നടത്താം. നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യില്ലേ, ആ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ അവിടെ തന്നെ ചോദിക്കുക. അപ്പം അതിനുശേഷം ഞാൻ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കും. പിന്നെ ചില കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യും, ഗൂഗിൾ മീറ്റ് വഴി എടുത്തു തരുന്നതായിരിക്കും. സോ മോസ്റ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്, വാട്സപ്പ് വഴിയാണ്. ഞാൻ പിന്നെ എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ചായിരിക്കും കേട്ടോ ഗൂഗിൾ മീറ്റിനകത്ത് എടുത്തായിരുന്നത്. ദെൻ അടുത്തെന്ന് പറഞ്ഞ നോട്ട്സ് ആണ്. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തൊക്കെ ഉണ്ടാക്കിയ നോട്ട് ഉണ്ടല്ലോ, ആ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഞാൻ ഓരോ ദിവസവും പഠിപ്പിക്കില്ലേ, ഇപ്പം ഞാൻ സൗണ്ട് വേവ്സ് പഠിപ്പിച്ചെന്ന് എത്തിക്കോ, ആ പഠിപ്പിക്കുന്നതിന്റെ സ്ലൈഡും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്ത് തന്നെയായിരിക്കും. അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് അതേപോലെ തന്നെ ഞാൻ അയച്ചു തരുന്ന ഒരു സംഭവമാണ്, നമ്മളിപ്പം ഓരോ ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോഴും ഓരോ ചാപ്റ്ററിന്റെയും എന്ത് ചെയ്യും, 120 ക്വസ്റ്റ്യൻസ്. ഈ 120 ക്വസ്റ്റ്യനകത്ത്
30 ഞാൻ എന്ത് ചെയ്യുന്നത്, വീഡിയോനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോനകത്ത് മറ്റേ ഈ വീഡിയോനകത്ത് ഞാൻ ക്വസ്റ്റ്യൻ പറയുമല്ലോ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് ഞാൻ നിനക്ക് ഇവിടെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പം ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 120 30 പിന്നെ ഉള്ളത് 90 ആണ്. അപ്പോൾ ആ 90 എന്ത് വരുന്നുണ്ട്, ആൻസർ വരുന്നുണ്ട്. ആൻസർ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാമായിട്ടൊക്കെയാണ് വരുന്നത്. ആൻസർ ഉള്ളതൊക്കെ ആയിട്ടാണ്, മീൻസ് ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ അതിന്റെ ആൻസേഴ്സ് എല്ലാം അതിനകത്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ഒക്കെ ജസ്റ്റ് മറച്ചു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. ഈ 30 ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഈ 90 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ A+ ആദ്യത്തെ പടിയായി. ദെൻ ഇതിന് ശേഷം നിങ്ങൾക്ക് വരുന്നതാണ് എക്സാംസ്. അപ്പൊ നമ്മുടെ എക്സാംസ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഫിസിക്സിന്റെ ഫിസിക്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഫിസിക്സിന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഫിസിക്സിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചാപ്റ്റർ 1 നമ്മൾ തീർന്നു എന്ന് എഴുതിക്കും. അപ്പൊ ചാപ്റ്റർ 1 നമ്മളുടെ തീർന്നു. അതിനുശേഷം നമ്മൾ ചാപ്റ്റർ എന്തിലേക്ക് പോകും, 2ലേക്ക് പോകും. അപ്പൊ ഈ ചാപ്റ്റർ 2 നമ്മളെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിന്റെ എക്സാം എടുക്കും, ഫസ്റ്റ് ചാപ്റ്ററിന്റെ എക്സാം നമ്മൾ ചാപ്റ്റർ 2 നടക്കുമ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ തീർന്നു കഴിയുമ്പോഴേക്കും നമ്മൾ നടത്തും. അപ്പം ഈ അങ്ങനെ നമ്മൾ എത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 3 വരുമല്ലോ. അപ്പം ചാപ്റ്റർ 3 വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ എക്സാം നടക്കും. ഓക്കെ, ചാപ്റ്റർ 2ന്റെ എക്സാം നടക്കും. അങ്ങനെ ചാപ്റ്റർ 4 വരുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ചാപ്റ്റർ 4 വന്നു കഴിയുമ്പോൾ എന്ത് നടത്തും, നമ്മളാണെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ 3യുടെ എക്സാം നടത്തും. അതിനുശേഷം നമുക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്കറിയാം പാർട്ട് 1 ടെസ്റ്റിനകത്ത് വരുന്നത്, പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 4 കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇച്ചിരി ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരും. അതിനുശേഷം ചാപ്റ്റർ 4ന്റെയും കൂടി എക്സാം നടത്തും. അതിനുശേഷം ഇതിന്റെ എല്ലാം കൂടി ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഈ 4 ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ 4 ചാപ്റ്ററിന്റെ എന്ത് ചെയ്യും, ടോട്ടലായിട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യമേ ഒരു പ്രീ മോഡൽ ആയിട്ടുള്ള രീതിയിൽ ഒരു എക്സാം നടത്തും. പ്രീ മോഡൽ എക്സാം. ഓക്കെ, പ്രീ മോഡൽ ആയിട്ടുള്ള ഒരു എക്സാം നടത്തും. പ്രീ മോഡൽ 1 എന്ന് പറഞ്ഞ് നമ്മൾ ഒരു എക്സാം നടത്തും. ഓക്കെ, അപ്പൊ ഇതെല്ലാ ചാപ്റ്റർ എല്ലാത്തിൻ്റെ അതെ. ഇപ്പം നമ്മളാണ് എല്ലാം ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ് വെച്ച് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫിസിക്സിന്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ കെമിസ്ട്രിക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അങ്ങനെയാണെന്ന് അതേപോലെ തന്നെ ഈ പ്രീ മോഡലിനകത്ത് വരുന്നതാണ് ഈ 4 ചാപ്റ്റർ. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ബയോളജിക്കാണെന്നുണ്ടെങ്കിൽ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സ് എന്തിനകത്ത് വരും, ഈ പ്രീ മോഡലിനകത്ത് വരും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ മാത്സിനകത്ത് എന്തുണ്ട്, നമുക്കാണെന്നുണ്ടെങ്കിൽ 7 ചാപ്റ്റർ ആണുള്ളത്. അപ്പോൾ ഈ 7 ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, അതിന്റെ പ്രീ മോഡൽ വരും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ഇതെല്ലാം നമ്മൾ തീർന്നു കഴിയുമ്പോൾ ഫസ്റ്റത്തെ പാർട്ട് നമ്മൾ തീരുവാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രീ മോഡൽ അതിന്റെ നടത്തും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ബയോളജി അതെ, ഫിസിക്സ് അതെ, കെമിസ്ട്രി അതെ, എല്ലാം ഇതേപോലെ തന്നെയായിരിക്കും പോകുന്നത്. ദെൻ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും, ഈ പ്രീ മോഡൽ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം ഇതിന്റെ പ്രീ മോഡൽ, ഇപ്പം കെമിസ്ട്രിയുടെ പ്രീ മോഡൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയുടെ പാർട്ട് 2 ടെസ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം മോസ്റ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് നടത്താൻ കരുതിയാണ് പ്രീ മോഡൽ എല്ലാത്തിനും സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് കരുതുന്നത്. കാരണം സെപ്റ്റംബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ പാർട്ട് 2ന്റെ ടെക്സ്റ്റ് ബുക്ക് വരും, അപ്പം പബ്ലിഷ് ആയിട്ട് വരും. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ദെൻ ഈ രീതിയിലാണ് എക്സാം വരുന്നത്. അതിനുശേഷം നമ്മൾ പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ട് 2 കംപ്ലീറ്റ് ആവുമല്ലോ. അങ്ങനെ പാർട്ട് 2 കംപ്ലീറ്റ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, പ്രീ മോഡലിന്റെ ആയിട്ടുള്ള രീതിയിൽ എക്സാം. അവിടെ നമ്മൾ പാർട്ട് 2വിനകത്തുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് ഈ മോഡലിനകത്ത് വരുള്ളൂ. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാം കൂടി നടത്തും. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ടോട്ടലായിട്ട് പാർട്ട് 1 ടെസ്റ്റും പാർട്ട് 2 ടെസ്റ്റും കൂടി മിക്സ് ആക്കിയിട്ടുള്ള എക്സാമും കൂടി നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, അത് നമ്മൾ മോഡൽ എക്സാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിന്റെ ഒരു മോഡൽ എക്സാമും നമ്മൾ നടത്തുന്നു. അപ്പോൾ ഇത്രയും ആദ്യം ആണ് നമ്മൾ എക്സാംസിനകത്ത് വരുന്നത്. ദെൻ അതിനുശേഷം ഈ എക്സാംസ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് വഴി നടത്താമെന്നും കരുതുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് കരുതുന്നുണ്ട്, ഗൂഗിൾ മീറ്റ് വഴിയും. അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയും നടത്താമെന്ന് കരുതുന്നുണ്ട്. അതേപോലെ എന്താണ് നമ്മൾ വാട്സപ്പ് വഴിയും നടത്താൻ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഫോം വഴിയൊക്കെ നടത്താമെന്ന് കരുതുന്നുണ്ട്. അപ്പം നിങ്ങളത് പറയുക, നിങ്ങൾ ചാറ്റ് ചെയ്യുക, നമ്മുടെ കമന്റിനകത്ത് പറയുക, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ചാറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സാംസിനകത്ത് വരുന്നത്. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റഡി പ്ലാൻ. ഓക്കെ, സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എങ്ങനെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയാണ്. അപ്പം നമ്മൾ ജൂണിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 7 ചാപ്റ്ററാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല ക്ലിയർ ആയിട്ട് 7 ചാപ്റ്റർ വെക്കണമെന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം പലർക്കും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ ഇച്ചിരി തരയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പലർക്കും ആണെന്നുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്തു പോയി കഴിയുമ്പോൾ അയ്യോ ഇത്രയും ചാപ്റ്റർ ആയല്ലോ എന്നൊരു ചിന്ത വരും. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി 5 ചാപ്റ്ററാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ 7 ചാപ്റ്റർ തന്നെ വേണം എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജൂൺ 7 എന്ന് പറഞ്ഞ ഡേറ്റ് അല്ല കേട്ടോ, ഞാൻ 7 ചാപ്റ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ, ചാപ്റ്ററാണ് 7 ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ
കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഏതൊക്കെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ബയോളജി, കെമിസ്ട്രി, അതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, മാത്സ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സോഷ്യൽ. ഓക്കെ, അപ്പോൾ ഈ സോഷ്യലിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആയിട്ട് 7 ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് കരുതുന്നത്, ജൂണിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മോസ്റ്റ്ലി ചിലപ്പം ഞാൻ 5 ചാപ്റ്റർ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് രണ്ടിനും ചാൻസ് ഉണ്ട്. ഇതിന് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നതാണ് ജൂലൈ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ ആണ്. ജൂലൈനകത്ത് വരുന്നതും ഇതേപോലെ തന്നെ 7 ചാപ്റ്റർ വരും. അതുപോലെ തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് ആകുമ്പോൾ ആഗസ്റ്റിനകത്തും 7 ചാപ്റ്റർ, ദെൻ സെപ്റ്റംബറിനകത്ത് എന്ത് വരും, നമ്മുടെ 7 ചാപ്റ്റർ. ഓക്കെ, അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് 1 നമ്മുടെ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 5 ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇവിടെയൊക്കെ ചേഞ്ച് വരുത്തും കേട്ടോ, ഇന്നത്തെ ചേഞ്ച് വരുത്തും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് നടത്തുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇൻഫോർമേഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ നമ്മൾ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായ എക്സാം നടത്തും. എക്സാം നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒക്ടോബർ, നമുക്ക് സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒക്ടോബർ ആണ്, പിന്നെ നവംബർ, പിന്നെ ഡിസംബർ. ഈ സമയം ആകുമ്പോഴേക്കും നിങ്ങളുടെയൊക്കെ എന്താവും, നിങ്ങൾക്ക് സെപ്റ്റംബർ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ പാർട്ട് 2ൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇറങ്ങി കഴിയുമായിരിക്കും. അപ്പം പാർട്ട് 2ൻ്റെ ടെക്സ്റ്റ് ബുക്സൊക്കെ അവൈലബിൾ ആവും ഓൺലൈൻ സൈറ്റിലൂടെയൊക്കെ. അതിന് മുമ്പ് തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകും. നമ്മൾ ഒക്ടോബർ, നവംബർ, ഡിസംബറിലെ ഉള്ള ക്ലാസ്സസിലേക്ക് പോകും. അങ്ങനെ ഒക്ടോബർ, നവംബർ, ഡിസംബർ നമ്മളൊരുക്കി അവസാനത്തോടെ നമ്മൾ എന്ത് ചെയ്യും, ഡിസംബർ 30 എന്താവാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട് 2ൻ്റെ ഈ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഏതൊക്കെയാണ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സോഷ്യൽ, ഇത്രയും ചാപ്റ്ററിൻ്റെ എന്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് കംപ്ലീറ്റ് ആക്കി നിങ്ങൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി, അതുപോലെ തന്നെ ഫെബ്രുവരി, പിന്നെ മാർച്ച്. ഓക്കെ, അപ്പോൾ ജനുവരിയോടെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മോക്ക് എക്സാംസും അതുപോലെ തന്നെ മോഡൽ എക്സാംസൊക്കെ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളുടെ ഏകദേശം നല്ല പോലെ ആയി. പിന്നെ ഉള്ളത് ഫെബ്രുവരി, മാർച്ചാണ്. ആ ഫെബ്രുവരി, മാർച്ചിനകത്ത് നിങ്ങൾക്ക് പിന്നെ ആവശ്യം മോട്ടിവേഷനും റിവിഷനും ഒക്കെയാണ്. അപ്പോൾ റിവിഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വീഡിയോസ് ആയിരിക്കും ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, സി യു. അപ്പം അടുത്ത വീഡിയോനകത്ത് നമുക്ക് കാണാം.